ഞാനിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാടാണ്. ദിസ് പ്ലേസ് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഇരിക്കുന്ന റൂമിലെല്ലാം നമ്മ ഇരുന്നത്. നമ്മ വേറെ തന്നെ ഒരു സ്പെഷ്യൽ റൂം, അതെല്ലാം അടിക്കുണ്ടാവല്ല, അങ്ങനത്തെ ഒരു റൂമിലാണ് നമ്മില്ല. ഓർഡർ ചെയ്തതിൽ ആദ്യം വന്നത് ഗ്രീൻ പീസ് മസാല, അതിനുശേഷം വന്നതാണ് ബട്ടർ നാൻ, പിന്നെ വന്നു ഗോബി ചില്ലി, അതിൻ്റെ ബാക്കിലെ മിക്സഡ് നൂഡിൽസും എല്ലാം വന്നു എന്ന് പറയാനായിട്ടാ. ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും തിന്നാൻ വേണ്ടി തുടങ്ങി. ഫസ്റ്റ് തന്നെ നൂഡിൽസ് എടുത്തിട്ടാണ് കഴിച്ചത്. വെജിറ്റേറിയൻ നൂഡിൽസാണ്, ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി തന്നെയായിരുന്നു. ഈ നൂഡിൽസിന് സൈഡ് ഡിഷായിട്ട് ഞാൻ എടുത്തത് ഗോബി ചില്ലിയാണ്. ഇത് ഡ്രൈ ആണ്, വേറെയും സംഭവങ്ങൾ അടുത്ത മെനുവിലുണ്ടാവും. ഇതിൽ ആദ്യം എടുത്ത് കഴിച്ച പീസിൽ ഒരു പുളി പോലെ ഫീൽ ചെയ്തു. പിന്നെ വന്നതാണ് പനീർ ടിക്ക. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നോക്കണ്ട, ഇത് നേരത്തെ സാധനമല്ല, ഇതാണ് മഷ്റൂം ചില്ലി ഡ്രൈ. അങ്ങനെ അതും കഴിച്ചു, അതും അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനൊന്നുമില്ല, കിടിലോ സാധനം. അങ്ങനെ അവസാനമാകുമ്പോഴത്തേക്ക് ലൈം ജ്യൂസ്. അങ്ങനെ ഞാൻ ഗ്രീൻ പീസ് മസാല കൂട്ടാൻ മറന്നുപോയി, അതാണ് ഈ ലാസ്റ്റ് ഈ കുത്തി കയറ്റുന്നത്. നോൺ വെജിനെക്കാട്ടിയും വെജിറ്റേറിയനാണ് പൈസ കൂടുതലെന്ന് മനസ്സിലാക്കിയ ആ ദിവസം ഈ മസാല പൂരി ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടാ, ഇതാർക്കും അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഏകദേശം കുറെ ഒക്കെ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് കാഞ്ഞങ്ങാട് പഞ്ചരത്നം. സ്വാമിമാരല്ലേ, വെജ് നടക്കൂ.